എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് രാത്രിയാണ്. അപ്പൊ എന്താണെന്നറിയാവോ, ഞാനിവിടെ എന്നും ചെടികളിൽ നമ്മൾ ഓരോ പരിപാടികൾ ചെയ്യുന്നത് വൈകുന്നേരം ഒരു 6 മണി മുതൽ അല്ലെങ്കിൽ ഒരു 6:30 മുതൽ ഇങ്ങനെ ഒരു 8 മണി 9 മണി വരെയൊക്കെ ചെടിയിലൂടെ ആയിരിക്കും കേട്ടോ. അപ്പൊ അന്നേരമാണ് നമ്മളെല്ലാ ചെടികളും ഇങ്ങനെ ഓർഡർ അനുസരിച്ച് എനിക്കൊരു ഐഡിയക്ക് അനുസരിച്ച് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇന്ന് ഞാനിങ്ങനെ ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത്. ഒരു വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്താണ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ നമ്മുടെ ഇവിടെ ഇങ്ങനെ, അതായത് നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് ഞാൻ കുറേ ഡബിൾ പെറ്റൽസ് ബോൾസ് ആയിരുന്നു കേട്ടോ വെച്ചോണ്ടിരുന്നത്. അപ്പൊ ഇപ്പം നമ്മളിവിടെ എനിക്ക് തോന്നി ഈ ഒരു ചെടി വെച്ചാൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവുമായിരിക്കുന്നു. അപ്പം നമ്മുടെ അതായത് ഈ ഒരു റെഡ് പ്ലാന്റ് ചീര കേട്ടോ, അതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഒരു 2 സ്റ്റെപ്പ് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കണം എന്നുള്ള ഐഡിയ വന്നത്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം അല്ലേ, എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം നമുക്കൊരു ചെടീനെ ഇവിടെ ഒന്ന് വെച്ച് നോക്കാവേ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ ചെടികളെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. എനിക്കങ്ങനെ സമയമോ ഒന്നുമില്ല. ഞാനിങ്ങനെ നമുക്കൊരു ചെടിയിലോട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റുന്നൊരു ടൈമിന് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് സെറ്റാക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു റെഡ് ലീഫ് പ്ലാന്റ് ഇത് നമ്മൾ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ഈ കളറാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ഈ കളറുണ്ടല്ലോ ഇങ്ങനെ നല്ലൊരു കളറായിട്ട് വരുന്നത്. പക്ഷെ ഇതിപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഒരു ഷെയ്ഡിലാണ് വെച്ചേക്കണത്. അതുകൊണ്ട് ഇതിൻ്റെ കളർ എത്രമാത്രം റെഡിയായി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കുണ്ടല്ലോ ഈ ഒരു പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നട്ട് കൊടുക്കുന്നത്, നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കുന്നത് എന്നും കൂടെ നമുക്കൊന്ന് കാണാം അല്ലേ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ചെടി വളർത്തുമ്പോൾ നമ്മൾ പരമാവധി കട്ട് ചെയ്ത് കൊടുത്ത് ഒരേ ലെവലിൽ നിർത്തുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ടൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഞാൻ നട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇങ്ങനെ നല്ലോണം പൊടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ഇതെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ചെറിയ പീസ് മതി കേട്ടോ ഇത് പിടിപ്പിച്ചെടുക്കാനായിട്ട്. ഇതൊക്കെ നമുക്ക് ബോർഡർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് കിഡിലനാണ്. ഈ ഒരു ചെടി ഉണ്ടല്ലോ നമുക്ക് നടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മണ്ണിലോ മണലിലോ എങ്ങനെ വേണേലും നമുക്ക് നട്ടുകൊടുത്താൽ പിടിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അത് മാത്രമല്ല ഇങ്ങനെ ഒത്തിരി വളങ്ങൾ കൊടുത്ത് അങ്ങനെ വളർത്തേണ്ട ഒരു ചെടിയൊന്നും അല്ല. എന്നുവെച്ചാൽ നമുക്ക് നട്ട് വെക്കുക, നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. അപ്പം ഞാനുണ്ടല്ലോ ഇവിടെ എടുത്ത് വെച്ചേക്കണത് നമ്മുടെ ഗ്ലാസ്സിൽ മണ്ണാണ് കേട്ടോ നിറച്ച് വെച്ചേക്കണത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ നട്ട് കൊടുക്കുക. കുറച്ച് ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നട്ട് കൊടുത്താൽ മതിയേ. ഓക്കെ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെടികൾ പിടിപ്പിക്കുന്ന നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവെക്കാം. അപ്പം നമ്മുടെ ചെടികൾ പിടിപ്പിക്കാൻ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഓരോ ചെടികളെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ആയിട്ട് നട്ടു കൊടുക്കും. അപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് നല്ല വേരൊക്കെ വന്ന് നല്ല അടിപൊളിയ ചെടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കളർഫുള്ളായ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെയുള്ള ചെടികളൊക്കെ നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ആ ഒരു പൂന്തോട്ടം കാണാനായിട്ട് അടിപൊളിയായിരിക്കും. ഇത് നമുക്ക് എന്താ പറയുക ഗ്രൗണ്ടിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണേ. അപ്പോൾ ഇത് ഞാൻ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു സെറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നി ഇങ്ങോട്ടേക്ക് മാറ്റണമെന്ന്. അപ്പോൾ എൻ്റെ ഒരു കളി ഇങ്ങനെയാണ് കേട്ടോ. ഇന്ന് കാണുന്ന ചെടീനെ നാളെ ആ സ്ഥലത്ത് കാണൂല, ഇങ്ങനെ മാറ്റിക്കൊണ്ട് നടക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പം ഇനി നമുക്ക് ഇതുപോലെ തന്നെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. നമ്മുടെ ഈ ഊഞ്ഞാലിൻ്റെ ഈ സൈഡിനോട് ചേർന്നിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് നല്ല കളർഫുൾ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല ഭംഗിയാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ, എനിക്കിഷ്ടമാണ്. പക്ഷെ എന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചതും അതുപോലെ ഇവിടെ നിൽക്കുന്ന ഈ മരവും ഈ വെച്ചേക്കുന്ന ചെടികളൊക്കെ നല്ല ഭംഗിയുണ്ടോ എങ്ങനെയാണെന്ന് അറിയിക്കണേ.
അത് മാത്രമല്ല പിന്നെ ഇതിലിനി നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണോ എന്നും കൂടെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ.